നവമി, കൊച്ചിയിൽ വളരെ കാര്യമായി തന്നെ ഈ ലഹരി പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഒരു പ്രമുഖ മേക്കപ്പ് മാൻ കയ്യിൽ കഞ്ചാവുമായി പിടിയിലാവുന്നു. ഇപ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടിയെന്ന വാർത്തകൾ വരുന്നുണ്ട്. ഏത് രീതിയിലാണ് പോലീസ് ഈ ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ലഹരി കൈമാറുന്ന കേന്ദ്രങ്ങളെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നത്? ഇന്നലത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? ശ്രീജ, ഇന്നലെ കൊച്ചിയിൽ ഒരു മിന്നൽ പരിശോധന പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നുമുണ്ടായി. അത് നമുക്കറിയാം, ഈ വാരാന്ത്യത്തിലൊക്കെ ചെറുപ്പക്കാർ ഒത്തുകൂടി ലഹരി കൈമാറ്റമുണ്ടെന്ന് ചില സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ എക്സൈസ് തീരുമാനിച്ചത്. കൊച്ചി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ രാത്രി ഏകദേശം 9 മണി മുതൽ പുലർച്ചെ 3 മണി വരെ, രാത്രി 9 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് ഈ ഒരു മിന്നൽ പരിശോധന നീണ്ടത്. ഇതിൽ 300 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും MDMAയും ഹാഷിഷ് ഓയിലും ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഒപ്പം വാഹന പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച 193 പേരെയും പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് എന്തായാലും ഇതിനൊരു കടിഞ്ഞാണിടുക എന്നൊരു തീരുമാനത്തോടു കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. മിന്നൽ പരിശോധന എല്ലാവരെയും പരിശോധിക്കുക. കാരണം നമ്മൾ മുൻപൊക്കെ പറഞ്ഞിരുന്നത്, ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു 20 വയസ്സ് 25-നും 40-നും ഒക്കെ ഇടയിലുള്ളവരാണ് കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത്, മദ്യപിക്കുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടായിരുന്നു ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്ഥിതി അത് മാറി. സ്കൂൾ കുട്ടികളടക്കം ലഹരി ഉപയോഗിക്കുന്ന, ലഹരി കൈമാറ്റം നടത്തുന്ന, ഈ കാരിയറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കൊച്ചി നഗരം നമ്മൾ കണ്ടതാണ്. ടോം കുര്യാക്കോസും സംഘവും ഒരു രാത്രി ഒരു വലിയൊരു പരിശോധന, അല്ലെങ്കിൽ രാത്രി ഒരു നടത്തിയ ഒരു പരിശോധനയിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. ഇത് നമ്മൾ കൃത്യമായി പോലീസിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഒക്കെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെയൊക്കെ ഒരു ഫലമായി തന്നെയാണ് ഈ ഇടങ്ങളിലെല്ലാം ഒരു പരിശോധനയ്ക്ക്, ഒരു മിന്നൽ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കടവന്ത്ര, പനമ്പള്ളി നഗർ പോലുള്ള ആളുകൾ കൂടി നിൽക്കുന്ന രാത്രികാല നൈറ്റ് ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലേക്കാണ് ഈ പരിശോധനയുടെ ഭാഗമായി പോലീസ് സംഘം എത്തിയത്. അങ്ങനെ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മറ്റൊന്ന് ശ്രീജ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മേക്കപ്പ് മാന്റെ അത് വീര്യം കൂടിയ ഹൈഡ്രോളിക് കഞ്ചാവുമായാണ് പിടികൂടിയത്. പക്ഷെ അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ്. ഒരു ദിവസം ജയിലിൽ കിടന്നുകൊണ്ട് പിറ്റേ ദിവസം അയാൾ നന്നായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ പിടികൂടുന്നവർ നന്നായിട്ടുണ്ട്, അവരിനി ലഹരി ഉപയോഗിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മുടെ കൃത്യമായിട്ടുള്ളൊരു നിയമത്തിന്റെ പിഴവ് തന്നെയാണ്. അവർക്ക് എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഈ കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകാത്തതെന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകണം. ഇനി അവർ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. 2-ലധികം തവണ ഈ പിടികൂടുന്നവരെ കരുതൽ തടങ്കലിൽ വെക്കണമെന്നൊരു ഒരു നിയമമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഇനിയെങ്കിലും അത് അത്രമാത്രം, അല്ലെങ്കിൽ അത്രയും ശക്തമായി പാലിച്ചാൽ മാത്രമേ ഇനിയും നമ്മുടെ നാട്ടിൽ നിന്നും ലഹരിയുടെ ഉപയോഗവും അല്ലെങ്കിൽ ലഹരിയുടെ കൈമാറ്റവും ഒക്കെ ഒരു പരിധിവരെ തടയാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും കുട്ടികളാണെന്നുള്ള ഇളവ് അവർക്ക് നൽകുന്നു. പക്ഷെ ഒരു ആഡംബര ജീവിതം അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കയ്യിൽ ഒരുപാട് പൈസ വരുമ്പോൾ, അവർ ഇതൊന്നും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു തവണ വരെ പിടികൂടി ശിക്ഷിച്ചാൽ അവർ നന്നാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ കൃത്യമായിട്ടുള്ള ശിക്ഷ കൂടി വേണം. അത് കുട്ടികളായാലും അവരെ പറഞ്ഞ് ബോധവൽക്കരണം നടത്തി അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി, അത് നമ്മുടെ നിയമ സംവിധാനം മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ആ രീതി മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. തീർച്ചയായും. കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. 12 വയസ്സുള്ള ഒരു കുട്ടി MDMA ഉപയോഗിച്ചിരുന്നു എന്നൊരു വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് വന്നത്. അങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തട്ടിലേക്കും, കൊച്ചു കുട്ടികൾ മുതൽ യുവാക്കൾ അടക്കം അത് നീളുകയാണ്. ആ കണ്ണി പൊട്ടിക്കുക എന്നത് അത്ര ചെറിയൊരു ദൗത്യമല്ല. അതൊരു വലിയ സാമൂഹ്യ ദൗത്യമായി ഉത്തരവാദിത്വത്തോടെ നമ്മൾ, ജനങ്ങളും മാധ്യമങ്ങളും അധികൃതരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം മുറിച്ചു മാറ്റാൻ കഴിയുന്ന കണ്ണികളാണിത്. ആ പരിശ്രമത്തിലാണിപ്പോൾ പോലീസ് ഉള്ളത്. പോലീസും ഇതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.